തൗഹീദിന്റെ പാഠങ്ങളും വിശ്വാസങ്ങളും ശരിക്കും മനസ്സിലുറച്ച മനുഷ്യർ ഈ ദുനിയാവിൽ അവർ പേടില്ലാത്തവരാ. അവർക്കൊരു കല്ലും പേടില്ല, ഒരു ഈ യേശുവിന്റെ പണിക്കാരും പേടില്ല, ഒന്നിനെയും പേടിയില്ലാതെ അവർ ജീവിച്ച് മുന്നോട്ട് പോകുന്നു. അതായിരുന്നെങ്കിൽ ഓരോ രോഗത്തിനും ചികിത്സയുണ്ട്. പല തദാവുൽ ഹറാം, നിഷിദ്ധമായ ചികിത്സാ മാർഗങ്ങൾ തേടരുത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം. എല്ലാ രോഗവും ഇറക്കിയാണ്, എല്ലാത്തിനും മരുന്ന് ഇറക്കിയാണ്. അതുകൊണ്ട് ഹറാമായ മാർഗങ്ങൾ തേടി പോകരുതെന്ന. അങ്ങനെ ചികിത്സിക്കുക, സുഖാവും, ശ്രമിച്ചു നോക്കുക, അടങ്ങലുകളൊക്കെ മാറും. അല്ലാതെ സിഹറുമില്ല, സാഹറന്മാരും അങ്ങനെ ഒരു കൂട്ടം കുട്ടി ദൈവങ്ങളെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പടച്ചവൻ ഇവിടെ നിശ്ചയിച്ചിട്ടില്ല എന്ന് സമാധാനിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോയി നോക്കൂ. നമ്മളെ ആർക്കും പിടിച്ചെടുക്കാൻ കഴിയില്ല. ഈ ഒരർത്ഥത്തിൽ തന്റെ ഇടം കാണിക്കുക, അതിന് നമുക്ക് ശക്തിയേകുക ഖുർആന്റെ വചനങ്ങളും പിന്നെ ഹദീസ് തൗഹീദിന്റെ പാഠങ്ങളാണ്. അതാണ് സൂറത്തുൽ ബഖറയിൽ ഈ ആയത്തിന്റെ ഒറ്റ മേലെ ഖുർആൻ പറഞ്ഞത്. തൗറാത്തിന്റെ പാഠം പഠനം ഒഴിവാക്കിയപ്പോൾ ആളുകൾ ഇവിടെ എത്തിയതെന്നാ. അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെടുകയും തൗഹീദുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ ഭാഗത്ത് ഉറപ്പുണ്ടാവുക എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇനി ഈ ജാതി ആളുകൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടാന്ന് കാണിച്ചു തരാം, നമുക്കൊരു ഇന്റർവ്യൂ നടത്താനാണ്. ഒന്നല്ല അവർ സ്വീകരി ചെയ്തോട്ട് സന്നദ്ധരാണ്. നമ്മൾ സന്നദ്ധരാണ്. ഒരുപാട് മനുഷ്യന്മാരെ 10-100 ആളുകളെ ഹാജരാക്കി കൊടുക്കാം. പക്ഷെ അവർ പറയുന്ന കണിശമായ ഒരു സീറിന്റെ ഒരു വിധേയത്വത്തിന് വിധേയരായിട്ട് നമ്മൾ അവർ സീർ ചെയ്ത് കാണിച്ചു തരട്ടെ, ഞങ്ങളങ്ങനെ ചെയ്തിരിക്കുന്നു. അതിന് സന്നദ്ധരല്ലാത്തോളം കാരണം ആ പറയുന്ന വാക്കുകളും കള്ളമാണ്, നമ്മളെ ചതിക്കുകയാണ്, പറ്റിക്കുകയാണ്. ഒരു മുസ്ലിം അങ്ങനെ ചതിപ്പെടേണ്ടവരല്ലല്ലോ എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. റഹ്മാനിലൂടെ നമുക്ക് നൽകിയ പാഠം തൗഹീദിലൂടെയും ഈ ആരാധനാകർമ്മങ്ങളിലും അല്ലാഹു നമ്മുടെ മനസ്സിൽ നൽകുന്ന ഈ ശക്തി ജീവിതത്തിൽ